കണ്ണൂരിൽ സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച 60 ലക്ഷം രൂപയുടെ സ്വർണം ജീവനക്കാരൻ കവർന്നു. ആനപ്പന്തി സഹകരണ ബാങ്കിലാണ് ഈ സംഭവം. CPIM പ്രാദേശിക നേതാവും താൽക്കാലിക ക്യാഷ്യറുമായ സുധീർ തോമസിനെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ സഹകരണ ബാങ്കിൽ ഇത്തരത്തിൽ 60 ലക്ഷം രൂപയുടെ സ്വർണം ഒരു ജീവനക്കാരൻ കവർന്നു എന്നത് വലിയ ഗൗരവമുള്ള വിവരമാണ്. അത് എപ്പോഴാണ് കേസായി മാറിയത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? പ്രജിൻ, ഈ സുധീർ തോമസ് ഇപ്പോൾ ഒളിവിലാണ്. കഴിഞ്ഞ 3 ദിവസമായി ഇയാൾ ഒളിവിലാണ് എന്നതാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇരിട്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. ബാങ്ക് അധികൃതർ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഇത്തരത്തിൽ ഉള്ള ക്രമക്കേട് കണ്ടെത്തിയത്. അതായത് 60 ലക്ഷം രൂപയുടെ സ്വർണം, ഈ ബാങ്കിൽ ലോക്കറിൽ സൂക്ഷിച്ച 60 ലക്ഷം രൂപയുടെ സ്വർണം ഈ സുധീർ തോമസ് കവർന്നെടുത്തു എന്നതാണ് പോലീസിന്റെ കേസിൽ പറയുന്നത്. 18 പാക്കറ്റുകളായി സൂക്ഷിച്ച ആ സ്വർണം എടുത്ത് പകരം അവിടെ മുക്കുബണ്ണം വെക്കുകയായിരുന്നു എന്നതാണ് പോലീസിന്റെ ഉൾപ്പെടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇത് ബാങ്കിന്റെ ഒരു പരിശോധനയിൽ കണ്ടെത്തുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് പോലീസിന്റെ കൂടി അന്വേഷണം ഇതിൽ നടന്നത്. അതോടൊപ്പം തന്നെ ഭാര്യയുടെ പേരിൽ പണയം വെച്ച സ്വർണം കൂടി ഈ ബാങ്ക് ലോക്കറിൽ നിന്ന് സുധീർ തോമസ് മോഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഒരു തവണയായല്ല, പല തവണയായിട്ടാണ് ഇത്തരത്തിൽ മുക്കുബണ്ണം വെച്ച് ബാങ്ക് ലോക്കറിലുള്ള സ്വർണം ഇയാൾ മാറ്റിയത് എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ കവർച്ചയാണ്, അല്ലെങ്കിൽ വലിയ ക്രമക്കേടാണ് ഉണ്ടായിട്ടുള്ളത്. ഇയാൾ ബാങ്കിലെ ജീവനക്കാരനാണ്, താൽക്കാലിക ക്യാഷറായി ജോലി ചെയ്യുകയായിരുന്നു. CPIMന്റെ ഇരിട്ടിയിലെ പ്രാദേശിക നേതാവ് കൂടിയാണ്. എന്നാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇരിട്ടി പോലീസ് ഊർജിതമായി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി ഇയാൾ ഒളിവിലാണ് എന്ന വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകിയത്.